അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റെനിസ്ലാവോസ്. ഞാൻ ഇടുക്കി രൂപതയിലെ ശ്രീവാമല ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നത് എനിക്ക് കൃപാസനം പത്രം കിട്ടിയതിലൂടെയാണ്. ആ പേപ്പർ ഞാൻ വായിക്കുകയും അതിൽ നിന്ന് എനിക്ക് നിരന്തരമായി എൻ്റെ ഉള്ളിൽ നിന്ന് കൃപാസനത്തിൽ വരണം എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അവൾക്ക് വേണ്ടി OET എഴുതുന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയാണ്. 3 പ്രാവശ്യം അവൾക്ക് OET എഴുതിയെങ്കിലും കിട്ടിയില്ല. 4ാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. തൈലം തൊട്ട് അവളുടെ നെറ്റിയിൽ കുരിശ് വരച്ചു. അങ്ങനെ അവൾക്ക് OET ലഭിക്കുകയും ചെയ്തു. പിന്നെ തുടർന്ന് അവൾ അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് നടത്തി. ആ പ്രോസസ്സിങ്ങിലും കുറേ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഈ എൻട്രൻസിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം ലഭിച്ചു. മുല്ലപ്പൂവിൻ്റെ മണം, ശക്തമായ മണം. അവൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് കിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയി. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടന്നു. അവൾ അയർലൻഡിലേക്ക് പോയി. 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് 50 വർഷമായിട്ട് ഒരു വീട്, നല്ല വീടില്ലായിരുന്നു. ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ പാത്രം വെച്ച് വെള്ളം പിടിക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. വീടിന് വേണ്ടി പ്രാർത്ഥിച്ച് വചനം ശരിക്കും വായിച്ച് നന്നായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പല വീടുകളും ഞങ്ങൾ നോക്കാൻ പോയി. അവസാനം ഞങ്ങൾ ഒരു വീട് കണ്ടു. ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം ആ വീടിൻ്റെ അടിത്തറയിൽ ഞാൻ സ്ഥാപിച്ചു. എന്നിട്ട് സർവശക്തനായ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ലൈറ്റെല്ലാം അവർ ഇട്ടിരിക്കുകയാണ്, മൊത്തത്തിലുള്ള ലൈറ്റുകൾ ഇട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റൂമിൽ മാതാവിൻ്റെ രൂപമൊക്കെ വെക്കാവുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ അവിടെ ഒരു നീല ബൾബിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിൽ ഉറച്ചു, ഈ വീട് തന്നെയാണ് എനിക്ക് മാതാവ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വീട് വാങ്ങിക്കുകയും ചെയ്തു. അതിന് ഒത്തിരി തടസ്സങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ വചനം ശക്തമായി ചൊല്ലി പ്രാർത്ഥിച്ചു. രാത്രി 3 മണിക്ക് ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 23:1, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തേടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. ഈ വചനമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. വചനം ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കും, ഒരു പ്രാവശ്യമല്ല. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കൊരു ശക്തി കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ വീട് കരസ്ഥമാക്കിയത്. പിന്നെ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുണ്ട്. 2ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്കെതിരെ എൻ്റെ അയൽവാസി 4 കോടതികളിലായി 7ഓളം കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് 10 വർഷമായിട്ട് ആ കേസിൻ്റെ പിറകെയായിരുന്നു ഞാൻ. അപ്പോൾ ആ കേസിൻ്റെ പിറകെ പോകുമ്പോഴേ ഞാൻ വിശുദ്ധ ഉടമ്പടി ഉപ്പ് കോടതിയിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് സ്ഥാപിച്ച് പ്രാർത്ഥിക്കും. സർവശക്തനായ പിതാവെന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലും. കൃപാസന മാതാവേ, ആ ചില്ലൂട് താർത്ത് ഇറങ്ങി വരണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് കോടതിയിൽ നിന്ന് നീ കുറ്റക്കാരനല്ല എന്നുള്ള വിധി എനിക്ക് കോടതിയിൽ നിന്ന് ലഭിച്ചു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഞാൻ വിതറി പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് സ്ഥലം പാട്ടത്തിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി പലയിടങ്ങളിലായി വിതറി പ്രാർത്ഥിച്ചു. അച്ഛൻ തന്ന കാശുരൂപം ഞാൻ അവിടെ സ്ഥാപിച്ചു. അവിടെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. പലരും വന്ന് നോക്കിയെങ്കിലും ശരിയായില്ല. അവസാനം ഒരാൾ വന്ന് ഈ സ്ഥലം കാണാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഉപ്പ് വിതറിയ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ സർവശക്തനായ പിതാവിൻ്റെ പ്രാർത്ഥന ശക്തമായി ചൊല്ലി. എന്നിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, ഈ ആൾ എനിക്ക് അഡ്വാൻസ് തന്നിട്ട് ഇവിടുന്ന് പോകാവുള്ളൂ. അതുപോലെ തന്നെ അന്ന് ക്രിസ്മസിൻ്റെ തലേ ദിവസമായിരുന്നു. അന്ന് എനിക്ക് പുള്ളി 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി. അങ്ങനെ ആ കാര്യവും നടന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത്, ഞാൻ അനാഥാലയങ്ങളിൽ പോയി അവിടെയുള്ളവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് പൈസ കൊടുക്കുകയും ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാനവരെ സഹായിക്കുകയും ചെയ്യും.
പിന്നെ 3 കെട്ട് പത്രം വീതം ഓരോ മാസവും വാങ്ങി ഞാൻ വീടുകൾ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു കൊടുക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുത്ത ഉടനെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം, വചനം നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് കിട്ടിയ അനുഭവം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മീയ ജീവിതം എനിക്ക് എന്നും പള്ളിയിൽ പോകാൻ പറ്റി. ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ പള്ളിയിലൊന്നും പോവുകയില്ലായിരുന്നു. പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അവിടെ ആദ്യം 1 വർഷം ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ എന്നും കുമ്പസാരിപ്പിക്കാനായിട്ട് അവിടെ ഇരിക്കും. അപ്പം ഞാൻ ആഴ്ച കുമ്പസാരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുക നീ ഇന്ന് ഒന്ന് കുമ്പസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ പറയും. അപ്പം ഞാൻ അന്നേരം പോയി കുമ്പസാരിക്കും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കൊന്ത ചെല്ലാറുണ്ട്, ബൈബിൾ വായനയുണ്ട്, കൊന്ത എക്സ്ട്രാ ഞാൻ ചെല്ലാറുണ്ട്. നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്കാണ് കൊന്തയല്ല, അല്ലാതെ തന്നെ ഞാൻ കൊന്ത വേറെ ചെല്ലാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിൻ്റെ തേജസ് വെളിപ്പെടുത്തും. നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും എന്ന് എന്നേക്കുമായി നിന്നെ പേർ വിളിക്കും. ബാരൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 3-4 വചനങ്ങളാണ്. ദൈവം നൽകുന്ന ആശ്വാസവും പ്രത്യാശയുമാണ് ഈ വചനങ്ങൾ. ദൈവം തൻ്റെ തേജസ് വെളിപ്പെടുത്തുമെന്നും നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും നമ്മിൽ കൂടി എന്നും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുമെന്നാണ് ഈ വചനങ്ങളിലൂടെ പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖിതരായിരിക്കാം, നിന്ദിപ്പെട്ടിരിക്കാം, പല കേസുകളിലും തോറ്റവരായിരിക്കാം, തളർന്നിരിക്കാം. എങ്കിലും ഉടമ്പടിയിൽ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുന്നില്ല, നിൻ്റെ ജീവിതം ഞാൻ വീണ്ടും മഹത്വത്തോടെ അലങ്കരിക്കുമെന്നാണ്. തകർച്ചകളെ മഹത്വത്തിലേക്കുള്ള മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. തകർച്ചകളിൽ നമ്മെ താങ്ങുന്ന അമ്മയാണ് കൃപാസനം അമ്മ. നാം ഓരോരുത്തരും മൂല്യമുള്ളവരാണ്. ഇന്നത്തെ വേദനകളാണ് നാളെയുടെ സാക്ഷ്യങ്ങളായിട്ട് മാറുന്നത്. ഇന്ന് ഈ സഹോദരൻ പറഞ്ഞ സാക്ഷ്യവും സ്റ്റെൻസ്ലാവോസ് എന്ന സഹോദരൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ സമാധാനവും മഹത്വവും ഭക്തിയുടെ മഹത്വവുമാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഈ സഹോദരൻ പറഞ്ഞത് 50 വർഷത്തോളവും വീടില്ലായിരുന്നു. മകളുടെ OET എക്സാമിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. വീട് വയ്ക്കുക എന്നതൊരു സ്വപ്നമായിരുന്നു. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും വിശ്വാസത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വചനത്തിലൂടെ തന്നെയാണ് ഈ മകന് ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് സങ്കീർത്തനം 29-23 വായിച്ചപ്പോൾ, കർത്താവാണ് എൻ്റെ നല്ലിടയന്, ആ നല്ലിടയന് എന്നെ മേയ്ക്കുന്ന ഒരു നല്ലിടയനാണ്, എന്നെ നല്ല വഴിയിലൂടെ നടത്തുന്ന ഒരു നല്ലിടയനാണ് എന്നുള്ള വചനം ലഭിച്ചപ്പോൾ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 50 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മകന് ഒരു നല്ലൊരു വീട് വാങ്ങിക്കുവാനും അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടുള്ള ഒരു വീടാക്കാനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് നന്ദി പറയുവാനായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. പിന്നീടുണ്ടായിരുന്നത് 10 വർഷമുണ്ടായിരുന്ന കേസാണ്. 7 കേസുകൾ 4 കോടതികളിൽ, പല ദിവസങ്ങളിലും പല മാസങ്ങളിലും പല വർഷങ്ങളിലും ഇതിൻ്റെ പുറകെ നടന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കേസുകളെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റിലാവുകയാണ് ചെയ്തത്. അതായത് 10 വർഷം സാധ്യമാക്കാഞ്ഞത് ഉടമ്പടി എടുത്ത ഉടനടി സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇടപെട്ടത്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് എല്ലാ കേസുകളും സെറ്റിലാവാൻ സാധിക്കുകയും ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനാണ്, നീതിയുടെ സമാധാനവും ഭക്തിയുടെ മഹത്വവും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് കൃപാസനം അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീടുണ്ടായിരുന്നത് സ്ഥലം പാട്ടത്തിന് കൊടുക്കുവാനായിട്ട് പല വ്യക്തികളെയും കണ്ടെങ്കിലും അത് സാധിച്ചില്ല. ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിൻ്റെ ഫലമായിട്ട് അതും പാട്ടത്തിന് കൊടുക്കുവാൻ സാധിച്ചു. നല്ല ഗുഡ് എമൗണ്ട് ഓഫ് സ്ഥലമായിരുന്നു. അത് എത്ര നല്ലൊരു ക്യാഷോട് കൂടി അത് പാട്ടത്തിന് കൊടുക്കാൻ സാധിക്കുക, അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ കൂടിയാണെന്നാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മെ അറിയുന്ന ദൈവത്തോട് കർത്താവിൻ്റെ നീതിയും സമാധാനവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കണമേ എന്നും ആ നീതിയും സമാധാനം കൊണ്ട് നമ്മുടെ ജീവിതവും അലങ്കരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും കൃപാസനം അമ്മയും നമ്മെ ഈ മഹത്വത്തിൻ്റെ വഴിയിൽ കരം പിടിച്ച് നടത്തട്ടെ എന്നും
നമ്മുടെ കരങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സ്റ്റെൻസിലാവോസിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.